കണ്ണൂർ സിറ്റിയിൽ നിന്നും ലോകത്തോളം വളർന്ന വിശ്വപൗരൻ ഇ അഹമ്മദ് സാഹിബ്. കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും രാഷ്ട്രീയ ബാലപാഠം പഠിച്ചും പിന്നെ പഠിപ്പിച്ചും നേതൃപാടവം തെളിയിച്ച അഹമ്മദ് സാഹിബ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ MSFന്റെ അമരത്തേക്കും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാനായും പിന്നീട് മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒടുവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായും നയതന്ത്ര ബന്ധങ്ങളിൽ തുടങ്ങി ലോക മലയാളികൾക്ക് അഭിമാനമായി, പ്രവാസി സമൂഹത്തിന് പ്രതീക്ഷയായി, ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് രാഷ്ട്രീയ പ്രതിഭയായി അവസാന ശ്വാസം വരെ ജ്വലിച്ചു നിന്നു. ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും ആത്മാഭിമാനത്തിൻ്റെ നിറനിലാമുറ്റത്തേക്ക് വഴിനടത്തിയ ഇന്ത്യയുടെ വിശ്വപൗരൻ. പ്രസ്ഥാന വഴിയിലെ കരുത്തും വെളിച്ചവുമായി ഓരോ പ്രവർത്തകരുടെ മനസ്സിലും മായാത്ത ഓർമ്മയായി ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. കഠിനാധ്വാനവും നിരന്തരമായ ഗൃഹപാഠവും വിപുലമായ സൗഹൃദ വലയങ്ങളും ഒരുക്കൂട്ടി കാലം ഊതിക്കാച്ചിയെടുത്ത പൊതുപ്രവർത്തകനാണ് അഹമ്മദ് സാഹിബെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ്, GM ബനാത്ത് വാല സാഹിബ് തുടങ്ങിയവരുടെ പിൻഗാമിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അമരത്തെത്തിയ അഞ്ചാമനാണ് അഹമ്മദ് സാഹിബ്. ജീവിതത്തിൻ്റെ ഏറിയ കൂറും നിയമനിർമ്മാണ സഭയിലും പാർലമെൻറ്റിലും ശബ്ദിച്ച ജനകീയ നേതാവിനെ പാകപ്പെടുത്തിയെടുത്തത് ജീവിത വഴിയിലെ കറപുരളാത്ത പ്രവർത്തനങ്ങളാണ്. കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ, തലശ്ശേരി മിഷൻ ഹൈസ്കൂൾ, ബ്രണ്ണൻ കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിലെ പഠനം അഹമ്മദ് സാഹിബിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൂടി ഊർജമേകി. നിയമപഠനം പൂർത്തിയാക്കി തലശ്ശേരി ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും കുറഞ്ഞ നാളുകൊണ്ട് തന്നെ ഹൈക്കോടതി അഭിഭാഷകനുമായി. നിയമവിദ്യാർത്ഥിയായിരിക്കെ വിദ്യാർത്ഥി സംഘടനയായ MSFനെ പടുത്തുയർത്തിയ മികവിൽ പാർട്ടി നൽകിയ പാരിതോഷികമായിരുന്നു 1967 കണ്ണൂർ നിയമസഭാ സീറ്റ്. പിന്നീട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്ത് MLAയും വ്യവസായ മന്ത്രിയുമായി. 10 വർഷത്തോളം കേന്ദ്ര സഹമന്ത്രിയായി പ്രവർത്തിച്ചപ്പോൾ കേരള ജനതയ്ക്ക് പ്രത്യേക പരിഗണന തന്നെ ലഭിച്ചു. വിദേശകാര്യ സഹമന്ത്രിയായി നടത്തിയ ഇടപെടലുകളും ദീർഘകാലത്തെ റെയിൽവേ സംബന്ധമായ ബുദ്ധിമുട്ടുകളും സഹമന്ത്രിയായപ്പോൾ പരിഹരിക്കാൻ ശ്രദ്ധിച്ചു. മലബാറിലെ അവഗണന നേരിടുന്ന കാസർഗോഡും പെരിയയിലും സർവകലാശാല ഓഫ് ക്യാമ്പസുകൾക്ക് അംഗീകാരം നേടിത്തന്നു. ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് കണ്ണൂരിൽ കൊണ്ടുവന്നും അഹമ്മദ് സാഹിബ് വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തി. അഹമ്മദ് സാഹിബിലെ മിടുക്കും നയതന്ത്രജ്ഞതയും കണ്ടെത്തിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു. കേരള വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് അഹമ്മദ് സാഹിബിനെ ശ്രീമതി ഇന്ദിരാഗാന്ധി വിദേശ രാജ്യങ്ങളിലേക്ക് ദൂതനായി അയക്കുകയുണ്ടായി. ഇന്ത്യയുടെ സൗമ്യനായ പ്രതിനിധി ഒടുവിൽ രാജ്യത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1991 മുതൽ 2014 വരെ വിവിധ ഘട്ടങ്ങളിൽ 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പങ്കെടുത്തു. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തുപോലും നയതന്ത്ര ഇടപെടലുകൾക്ക് ക്ഷണിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ കഴിവിനുള്ള അംഗീകാരമാണ്. ഉലമ ഉമറ ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ഷംസുൽ ഉലമയെപ്പോലൊത്ത മഹോന്നതരായ പണ്ഡിതന്മാരുമായും ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, ശിഹാബ് തങ്ങൾ തുടങ്ങി സയ്യിദന്മാരെയും പ്രത്യേകം പരിഗണിച്ച് സ്നേഹിച്ച മാതൃകാ നേതാവായിരുന്നു. ശിഹാബ് തങ്ങളുടെ വിയോഗവേളയിൽ പുത്രൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ തോളിൽ ചാരിക്കൊണ്ട് കുട്ടിയുടെ നിഷ്കളങ്കതയോടെ കരയുന്ന അഹമ്മദ് സാഹിബിനെ കേരള ജനത കാണുകയുണ്ടായി. ലോകത്ത് എവിടെയെല്ലാം സമാധാന സന്ദേശം ആവശ്യമുണ്ടോ അവിടെയെല്ലാം രാജ്യത്തെ പ്രതിനിധീകരിച്ചു. ഇസ്രായേലിൻ്റെ ക്രൂരതകൾ ഫലസ്തീൻ മണ്ണിൽ അരങ്ങുവാഴുമ്പോൾ യാസർ അറഫാത്തിനെ ചേർത്ത് നിർത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും ഇന്നും മായാതെ നിൽക്കുന്നു. സാമ്രാജ്യത്വ ശക്തികൾ പോലും ഫലസ്തീനെ കൈവിടുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നന്മ അഹമ്മദ് സാഹിബിലൂടെ ഓർത്തുപോകുകയാണ്.
അഹമ്മദ് സാഹിബുമാർ ഇനിയും പുനർജനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും പ്രത്യേകിച്ച് UAE ഭരണാധികാരികളുമായും അഹമ്മദ് സാഹിബിൻ്റെ ബന്ധം പ്രവാസികൾക്ക് അഭിമാനമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഇന്ത്യക്കാർ ബന്ദികളാകുകയോ തടവിലാകുകയോ പ്രയാസം അനുഭവിക്കുകയോ ചെയ്താൽ ലോകരാഷ്ട്രത്തലവന്മാരുമായി ഇടപെട്ട് മോചനത്തിന് വേണ്ടി പരിശ്രമിച്ച പ്രവാസികളുടെ അത്താണിയായിരുന്നു അഹമ്മദ് സാഹിബ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ കഅബാലയം കഴുകൽ ചടങ്ങിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാൻ കൂടിയാണ് അഹമ്മദ് സാഹിബ് എന്നത് ഓരോ മുസ്ലിം ലീഗുകാരനും അഭിമാനമാണ്. 2017 ജനുവരി 31 രാവിലെ 11 മണിക്ക് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന വേളയിൽ തൻ്റെ പ്രവർത്തനഗോതയായ പാർലമെന്റ് ഹാളിൽ കുഴഞ്ഞു വീണപ്പോൾ ഞങ്ങളുടെ ശബ്ദമാണ് അന്നവിടെ നിലച്ചത്. ഫാസിസത്തിൻ്റെ അനാസ്ഥയും കടുത്ത അവഗണനയും നേരിട്ട മണിക്കൂറുകളിൽ ശ്രീമതി സോണിയാഗാന്ധി പോലും അക്ഷമയായി ആക്രോശിച്ചു. ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ മുഖമുദ്രയാക്കിയ മോഡി സർക്കാരിൻ്റെ മുന്നിൽ വിരൽ ചൂണ്ടിയായിരുന്നു അവസാന ശ്വാസം പാർലമെന്റിനകത്ത് നിലച്ചതും. അങ്ങനെ ഒരു നേതാവ് ഇനിയുണ്ടാവുമോ? കണ്ണൂരിൻ്റെ മണ്ണ് രാജ്യത്തിന് കനിഞ്ഞേകിയ ഹരിത താരകം, രാജ്യം വഴി ലോകമറിഞ്ഞ ഹരിത രാഷ്ട്രീയത്തിൻ്റെ സുൽത്താൻ, ഓർമ്മകളിൽ പോലും പ്രചോദനമേകുന്ന, മറവികൾ പോലും മാറി നിൽക്കുന്ന നിത്യതാരകം, പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റാൽ ആവേശത്തോടെ അങ്ങ് തുടക്കം കുറിച്ചു തരുന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗ് സിന്ദാബാദ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അകതാരിൽ ജ്വലിപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലെ 6 അടി മണ്ണിൽ അറബിക്കടലിൻ്റെ ഇളങ്കാറ്റ് തലോടി കടന്നു പോകുന്ന മൈലാഞ്ചി ചെടിയുടെ ചാരെ അന്തിയുറങ്ങുന്ന ലോകത്തോളം ഞങ്ങളെ വളർത്തിയ പ്രിയ നേതാവേ, അങ്ങ് ജ്വലിപ്പിച്ചു നിർത്തിയ ഈ ഹരിത പതാക ഇടനെഞ്ചിലെ ശ്വാസം നിലക്കുന്നതുവരെ സംരക്ഷിക്കും ഞങ്ങൾ ഇൻഷാ അല്ലാഹ്. അങ്ങയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ കണ്ണൂർ ജില്ലാ അജ്മാൻ KMCC പ്രാർത്ഥനയോടെ സ്മരിക്കുകയാണ്. അള്ളാഹു ദർജ ഉയർത്തി ജന്നാത്തുൽ ഫിർദൗസിൽ അഹമ്മദ് സാഹിബിനെയും ഞങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.